ഈ ശബരിമലയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 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 ദൈവത്തെ വിറ്റ് പണമുണ്ടാക്കാൻ നടക്കുന്ന, സ്വർണം കക്കാൻ നടക്കുന്ന ചിലർ അതിനെ എതിർക്കുന്നതിന് പോലെ എന്താ ഇപ്പോൾ കോൺഗ്രസ് എടുത്തത്? ഈ ശബരിമലയാണ് നമ്മുടെ കേരളത്തിൽ. ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളുണ്ട്, ആരാധനാ കേന്ദ്രങ്ങളുണ്ട്, ക്രിസ്തീയ വിശ്വാസികൾ, മുസ്ലിം വിശ്വാസികൾ അവരൊക്കെ പോകുന്ന ക്ഷേത്രങ്ങൾ, പള്ളികൾ, ചർച്ചുകളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. ആ ആളുകൾ വരുമ്പോൾ നാടാകെ ഒരു ചലനാത്മകത ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പോലെ ഈ ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നടക്കുന്ന കച്ചവടം എത്ര വലുതാണ്. പത്തനംതിട്ടയും കോട്ടയവും എറണാകുളവും ഒക്കെ ഇടുക്കിയുമൊക്കെ എത്ര വലിയ കച്ചവട കേന്ദ്രങ്ങളായി മാറുകയാണ്. ആ നാടാകെ സാമ്പത്തികമായ ക്രയവിക്രയത്തിൻ്റെ കേന്ദ്രമാവുകയില്ലേ? അത് നാടിൻ്റെ ഒരു അഭിവൃദ്ധിയല്ലേ, നാടിൻ്റെ ഒരു വികാസമല്ലേ? എന്താ ഇപ്പോൾ കോൺഗ്രസ് എടുത്തത്? KPCCയുടെ AICCയുടെ നേതാവല്ലേ വേണുഗോപാൽ, അദ്ദേഹം എന്താ പറഞ്ഞത്? ആന്ധ്രയിൽ, തെലുങ്കാനയിൽ, തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അവിടെ സമരം സംഘടിപ്പിച്ച് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ ഇങ്ങോട്ട് വരാതിരിക്കാൻ അയ്യപ്പ ക്ഷേത്രം, ആരാധന, ശബരിമല ഇതിൻ്റെ മഹത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനല്ലേ കോൺഗ്രസ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്? എന്തിനാ ആന്ധ്രയിൽ സമരം? എന്തിനാ തമിഴ്നാട്ടിൽ സമരം? എന്തിനാ കർണാടകയിൽ സമരം? എന്തിനാ തെലുങ്കാനയിൽ സമരം? അവിടെ നിന്നൊക്കെയാണ് ഭക്തജനങ്ങൾ വരുന്നത്. അതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടാക്കുന്നു. അത് വരാതിരിക്കുക എന്ന് പറയുന്ന കേരള വിരോധികളാണ്. 3.5 കോടി മലയാളികളുടെ താല്പര്യങ്ങൾക്കെതിരാണ് കോൺഗ്രസ്. അതാ കോൺഗ്രസിൻ്റെ AICC നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുള്ള സമരം നിങ്ങൾ പുനഃപരിശോധിക്കണമെന്നാണ് ഇവിടുത്തെ KPCCയോട് പറയാനുള്ളത്. KPCC അതാണ് ചെയ്യേണ്ടത്. ആരോപണം ഉയർന്നു വരുന്നല്ല, എന്താണ് പ്രശ്നമെന്ന്, ആരാണ് കുറ്റവാളി എന്ന് കണ്ടുപിടിക്കലാണ്. ആരോപണം വരുന്നില്ല, വസ്തുതകൾ കണ്ടുപിടിച്ച് കുറ്റവാളികളെ കണ്ടെത്തുക, അവരെ ശിക്ഷിക്കുക, ശക്തമായ നടപടി സ്വീകരിക്കുക. അത് ഈ ഗവൺമെൻറ് ചെയ്തിരിക്കും. തീർച്ചയായും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നടപടികളും അവർക്ക് തിരിച്ചടിയാവും. ഓരോന്നോരോന്നായി തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരത് പുനർചിന്തനം നടത്തുക. അവരെ പ്രസംഗ മുതലാളിമാരുടെ പാർട്ടിയാണത്. പ്രസംഗം ചില്ലറിയും അല്ലറ ചില്ലറിയുമായിട്ട് പ്രസംഗ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ പാർട്ടിയാണ്. അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത്, KPCC പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രസംഗ മുതലാളിയാണ്. അത് നടത്തട്ടെ അദ്ദേഹം. അത് നടത്തിയാലൊന്നും കേരളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കില്ലെന്ന് അവർ മനസ്സിലാക്കണം. കേരളത്തിൽ ജനങ്ങളോടായിരിക്കണം അവരുടെ താല്പര്യം. ആ ചിന്തയിലേക്ക് വരാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം എന്നാണ് അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആയില്ലേ?